ഈ സമീപ സമയത്തായിട്ട് ഈ ശബരിമലയിൽ നിന്നുള്ള വാർത്തകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണപ്പാളിയുടെ കാര്യം, സ്വർണ്ണ പീഠം, അങ്ങനെ ശബരിമല എങ്ങനെ വാർത്തയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണാഭരണങ്ങളുടെ കണക്കുകൾ മുഴുവൻ എടുക്കണം എന്നുള്ളത്. എന്താ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ? സർ, ഇപ്പോൾ ഈ നമുക്കറിയാമല്ലോ, സ്വർണ്ണപ്പാളി വിവാദം, ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി അത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അനുമതിയില്ലാതെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് വിഷയം. അതിനെ തുടർന്ന് അതായത് ഹൈക്കോടതിക്ക് ഒരു ദേവസ്വം ബെഞ്ചുണ്ട്. ആ ബെഞ്ച് അറിയാതെ, സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെയൊക്കെയാണ് ഇവരിത് കൊണ്ടുപോയത്. ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ തന്ത്രിയുടെ അനുമതി വാങ്ങിച്ചിട്ടുണ്ടെന്ന്. തന്ത്രിയുടെ അനുമതി ആചാരാനുഷ്ഠാനങ്ങൾക്കാണ്. തന്ത്രിക്ക് ക്ഷേത്രം ഭരിക്കാൻ അധികാരമില്ല. അല്ലെ, തന്ത്രിയുടെ അനുമതി വാങ്ങിച്ചിട്ട് പിന്നെ ഹൈക്കോടതിയുടെ വേണം. തന്ത്രിയുടെ അനുമതി എന്ന് പറയുന്നത് അതിന്റെ ക്ഷേത്ര വിധി അനുസരിച്ചുള്ള കാര്യങ്ങൾ. തീർച്ചയായും അവിടെ ഒരു പണി നടക്കണമെങ്കിൽ പോലും തന്ത്രിയുടെ അനുമതി വേണം. തന്ത്രി അത് ഭഗവാനിൽ നിന്ന് അനുജ്ഞ വാങ്ങി ദേവഹിതം അറിഞ്ഞ് അനുജ്ഞ വാങ്ങി കൊടുക്കുമ്പോൾ അവർ അത് ഇപ്പോൾ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ട്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് രൂപീകരിച്ചിട്ടുണ്ട്. അവിടെ ഇത് അറിയിക്കണം. സ്പെഷ്യൽ കമ്മീഷണർ വഴി ഇത് അവിടെ അറിയിക്കണം. അങ്ങനെ ഒന്നും ചെയ്യാതെ ഈ പാളി ഊരി അങ്ങ് ചെന്നൈക്ക് കൊണ്ടുപോയി കഴിഞ്ഞാണ് സ്പെഷ്യൽ കമ്മീഷണർ ഇത് അറിയുന്നത്. അദ്ദേഹം ഉടൻ തന്നെ ഹൈക്കോടതിയെ വിവരം ധരിപ്പിച്ചു. ഹൈക്കോടതി ചെവിക്ക് പിടിച്ചു. അതാണ് ദേവസ്വം ബോർഡ് അയ്യോ ഭയമാണ്, ശബരിമലയെ കുറിച്ച് എന്തെങ്കിലും പറയാൻ തന്നെ പേടിയാണ് എന്നൊക്കെ പറഞ്ഞു. സാറേ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിയുള്ളൂ. ഈ പേടിക്കുന്നവനൊക്കെ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. തെറ്റ് ചെയ്യാത്തവർ എന്തിനാ ഭയപ്പെടുന്നത്? അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ കോടതി വളരെ വ്യക്തമായിട്ട് ഇതിൽ ഇടപെട്ടപ്പോഴാണ് അറിയുന്നത് സ്വർണ്ണ പീഠം കാണാനില്ല. ഈ ദ്വാരപാലക വിഗ്രഹങ്ങൾ നിലനിന്നിരുന്ന ആ സ്വർണ്ണപീഠം, അതിന്റെ താഴെ ഒരു സ്വർണ്ണ പീഠമുണ്ട്, അത് കാണുന്നില്ല. അതിലാണ് ഇത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഈ സ്വർണ്ണ പീഠം അതും 2019 കൊണ്ടുവന്ന് കൊടുത്തതാണ്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിന് അറ്റകുറ്റപ്പണി നിറം മങ്ങി. അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അത് സ്പോൺസർ ചെയ്ത ആളെ തന്നെ ഏൽപ്പിച്ചു. അയാൾ എന്ത് ചെയ്തു? അത് കൊണ്ടുപോയിട്ട് പകരം 2 സ്വർണ്ണപീഠം വേറെ ചെയ്തു കൊടുത്തു. അത് അവിടെ യോജിച്ചില്ല, അളവ് തെറ്റായിരുന്നു. ഇത് അവസാനം അന്വേഷിച്ച് വന്നപ്പോൾ ഇത് വിഷയമായി. എന്നിട്ട് അത് വീണ്ടും തിരിച്ചു കൊണ്ടുപോയി. അപ്പൊ ഇങ്ങനെ വരികയും പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് 3 പവൻ സ്വർണം പൂശിയിട്ടുണ്ടെന്ന് പറയുന്നു, അല്ല കൂടുതലുണ്ടെന്ന് പറയുന്നു. എന്തായാലും സംഭവം ആകെ പുകയായി. കോടതി പറഞ്ഞു ഇതിനൊന്നും ഒരു വ്യക്തതയുമില്ല. എന്ത് ചോദിച്ചാലും ആർക്കും അറിഞ്ഞൂടാ. ദേവസ്വത്തിൻ്റെ രജിസ്റ്റർ ഉണ്ടോ? ആ രജിസ്റ്റർ ഉണ്ട്, അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ഇത്തരം സാധനങ്ങൾ, അതായത് വഴിപാടായിട്ട് ക്ഷേത്രത്തിലേക്ക് വരുന്ന സാധനങ്ങൾ മഹസർ എഴുതി അവിടെ സൂക്ഷിക്കണം. മഹസർ എഴുതിയിട്ടില്ല. ഇത് അറ്റകുറ്റപ്പണിക്ക് പുറത്ത് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും അതവിടെ രേഖപ്പെടുത്തണം. രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ശബരിമലയ്ക്ക് പ്രത്യേക ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും പത്തനംതിട്ടയിൽ തന്നെയാണ്. ദേവസ്വം കമ്മീഷണർ ഉണ്ട് പ്രത്യേകം. ഇതെല്ലാം ഹൈക്കോടതി ഇടപെട്ട് നിയോഗിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതൊന്നും ആർക്കും അറിഞ്ഞൂടാ. എത്ര സ്വർണ്ണാഭരണം അവിടെ ഉണ്ട്? ചോദിച്ച കൈമലർത്തുകയാണ്. അപ്പൊ കാട്ടിലെ തടി, തേവരുടെ ആന, വലിയടാ വലി. ഇതാണ് അവസ്ഥ അവിടെ. കോടതി പറഞ്ഞു പറ്റില്ല, ഇത് നടക്കില്ല. അപ്പൊ കോടതി എന്ത് ചെയ്തു? ഹൈക്കോടതി ഒരു റിട്ടയർഡ് ജില്ലാ ജഡ്ജിനെ ഇത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. എന്താ? ശബരിമല ക്ഷേത്രത്തിൽ എത്ര അളവിൽ സ്വർണമുണ്ട്? അവിടെ വഴിപാടായിട്ട് ഭക്തർ സമർപ്പിച്ച സ്വർണത്തിന്റെ കണക്ക് എത്ര? ഈ സ്ട്രോങ് റൂമിൽ ഇരിക്കുന്ന സ്വർണത്തിന്റെ കണക്ക് എത്ര? ക്ഷേത്രത്തിലെ നിത്യനിദാന വിഷയങ്ങളിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും സ്വർണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്? തുടങ്ങി ഇതിൻ്റെ എല്ലാം കൃത്യമായ കണക്ക് മാത്രം എടുത്താൽ പോരാ, മൂല്യം കൂടെ നിർണ്ണയിക്കണം. നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടു. മൂല്യനിർണ്ണയം സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണമാണല്ലോ നടന്നത്. അതുപോലെ കൃത്യമായ മൂല്യനിർണ്ണയം നടക്കണം. ഇനി ഈ ജില്ലാ ജഡ്ജ് ഇതിന്റെ ചുമതല ഏറ്റെടുത്ത് അവിടെ വന്ന് ആ ജില്ലാ ജഡ്ജ് തീരുമാനിക്കും ആരെ കൊണ്ട് മൂല്യനിർണ്ണയം നടത്തിക്കണം. ഇത് ഒന്നാമത് പരമ്പരാഗതമായിട്ടുള്ള വസ്തുക്കളുണ്ട്. അപ്പൊ തന്നെ അതിന്റെ ആ പുരാവസ്തു മൂല്യം വേറൊരു വശത്ത് നിൽക്കുന്നു.
ഇതിന്റെ സ്വർണം തുടങ്ങിയ ലോഹങ്ങളുടെ മൂല്യം മറ്റൊരു വശത്ത് നിൽക്കുന്നു. ഇതെല്ലാം കൂടി എടുക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ശബരിമലയിൽ എത്ര സ്വത്തുക്കൾ അയ്യപ്പൻ്റെതായിട്ടുണ്ട്, മുമ്പ് എത്ര ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പുറത്തു വരാൻ പോവുകയാണ്. വളരെ നന്നായി ഹൈക്കോടതിയുടെ ഇടപെടൽ എന്നാണ് ഭക്തജനങ്ങൾ ഇപ്പോൾ പറയുന്നത്. കാരണം ഇതൊന്നും ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്നേ. ദേവസ്വം ബോർഡ് എന്തൊക്കെയോ ചെയ്യുന്നു. ഓരോ ഭരണസമിതി വരുമ്പോഴും അവർ ഓരോരോ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും, ഇതൊക്കെ നടപ്പാക്കും. ഈ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിന്റെ ഒരു സ്ട്രോങ് റൂം ആറന്മുള അമ്പലത്തിലുണ്ട്. ആലപ്പുഴ സ്ട്രോങ് റൂമിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുന്നത്. കാരണം അതിന്റെ കീഴിലാണ് വരുന്നത്. പക്ഷേ തിരുവാഭരണം സൂക്ഷിക്കുന്നത് പന്തളത്തെ സ്ട്രോങ് റൂം അല്ല, അത് അത് കൊട്ടാരത്തിൽ നിന്നുള്ളതാണ്. അത് കൊട്ടാരമാണ് അതിന്റെ കസ്റ്റോഡിയൻ. ഇപ്പൊ തിരുവിതാംകൂർ മഹാരാജാവ് ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ശബരിമലയിൽ നടക്കി വെച്ച തങ്കയങ്കി അത് ദേവസ്വം ബോർഡിന് സമർപ്പിച്ചതാണ്. അത് സൂക്ഷിക്കുന്നത് പന്തളത്താണ്. അല്ല, ആറന്മുള സ്ട്രോങ് റൂമിലാണ്. മറ്റേത് കൊട്ടാരത്തിന്റെ കൈവശമാണ്. അത് ആർക്കും അധികാരമില്ല. അത് അവരുടേതാണ്. അതിനെ അവിടുന്ന് മാറ്റി ആറന്മുള കൊണ്ടുവരാൻ ഒരു പരിശ്രമം ഇടയ്ക്ക് നടത്തി. അപ്പൊ അത് ഞാൻ ചോദിച്ചോട്ടെ, വളർത്തച്ഛന്റെ സ്ഥാനമാണ് പന്തളം കൊട്ടാരത്തിലെ തമ്പുരാനുള്ളത്. വളർത്തച്ഛനാണ്. അതെ. അപ്പൊ പിന്നെ യോദ്ധാവായി കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇത് അങ്ങോട്ടേക്ക് കൊടുത്തയക്കുന്നത്. യോദ്ധാവിന്റെ രൂപത്തിലാണ് ഈ കൊമ്പൻ മീശയും ഒക്കെ ഉള്ള ഇതാണ്. എന്നിട്ട് ഈ വളർത്തച്ഛനും അനുഗമിക്കുന്നുണ്ട് തിരുവാഭരണത്തെ. എല്ലാം പിന്നെ മണ്ഡലം മകരവിളക്ക് മഹോത്സവം എല്ലാം പൂർത്തിയായതിനു ശേഷമേ പിന്നെ രാജാവ് അവിടേക്ക് ചെല്ലുന്നുള്ളൂ, ശ്രീകോവിലിനവിടെ. അത് നേരെ നിന്ന് തൊഴത്തില്ല. കാരണം മകനല്ലേ അകത്തിരിക്കുന്നത്. അച്ഛൻ നേരെ നിന്ന് തൊഴുത്തില്ല. അങ്ങോട്ട് കാണാം, ഇങ്ങോട്ട് കാണില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആചാരങ്ങളും സങ്കല്പങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ള ഈ ക്ഷേത്രത്തിൽ വരുന്ന ഈ വഴിപാടായി ലഭിക്കുന്ന സ്വർണം അടക്കമുള്ളവ അത് ക്ഷേത്രത്തിന് ലഭിച്ചു കഴിഞ്ഞാൽ അത് ദേവന്റെ സ്വത്താണ്. അതിനെ എടുത്ത് അങ്ങനെ തോന്നിയവാസം ചെലവഴിക്കാൻ പാടില്ല. അത് ചെലവഴിക്കുന്നത് തെറ്റാണ്. അങ്ങനെ ചെലവഴിച്ചാൽ അതിന് കൃത്യമായ ശിക്ഷ അവർക്ക് ലഭിക്കണം. ഇപ്പൊ ഹൈക്കോടതി എന്തായാലും വളരെ ശക്തമായ നിലപാടെടുത്തു. നേരത്തെ സുപ്രീം കോടതി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ എടുത്തതുപോലെ തന്നെ കേരള ഹൈക്കോടതി ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പറയണം. കാരണം വളരെ കൃത്യമായിട്ട് ഇതിപ്പോൾ ഈ ശബരിമലയിലെ കാര്യം മാത്രമല്ല സാർ, മറ്റു പല ക്ഷേത്രങ്ങളും ഉണ്ടെന്നേ. അവിടെയൊക്കെ വളരെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും അതിൽ പതിച്ചിരിക്കുന്ന രത്നങ്ങളും. സാറിനറിയാം, നമ്മളിവിടെ തിരുവനന്തപുരത്ത് പാച്ചല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ചുടുകാട് ഭദ്രകാളി ക്ഷേത്രമുണ്ട്. നമ്മളാ കോവളത്തേക്ക് പോകുന്ന വഴിയിൽ പാച്ചല്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞാൽ തൂക്കമൊക്കെ വളരെ പ്രസിദ്ധമാണ്. ആ പാച്ചല്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, കോവളം റൂട്ടിൽ മുന്നോട്ട് പോകുമ്പോൾ റോഡിന്റെ വലതുവശത്ത് നമുക്ക് എല്ലാവർക്കും കാണാം വലിയൊരു പറമ്പിലാണ് ആ ക്ഷേത്രം നിലനിൽക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ തിരുവിതാംകൂർ രാജകുടുംബം പണ്ട് അവിടെ ദർശനത്തിന് വന്ന് അവിടെ സമർപ്പിച്ച അമൂല്യമായ രത്നക്കല്ലുകളുണ്ട്. അത് പതിപ്പിച്ച തിരുവാഭരണം അവിടെ സമർപ്പിച്ചിരുന്നു. അത് ഈ പറഞ്ഞ പോലെ മുടി, അവിടെ ഭദ്രകാളിയുടെ തലമുടിയാണ് അത് ഈ സ്വർണം കൊണ്ട് പൊതിഞ്ഞ് അങ്ങനെ സൂക്ഷിക്കുന്നത്. അതൊരു സങ്കല്പമാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഇതിൽ ചാർത്താൻ വേണ്ടിയിട്ടാണ് ഈ ആഭരണങ്ങളൊക്കെ കൊടുക്കുന്നത്. ആ ആഭരണത്തിൽ ഇത്തരം അമൂല്യമായ രത്നക്കല്ലുകൾ പണ്ടത് മോഷണം പോയി. ഞാനൊക്കെ ഏതാണ്ട് കോളേജിൽ പഠിക്കുമ്പോഴാണ് അത് വലിയ ഇതായി. പിന്നെ അത് പിടികൂടുകയൊക്കെ ചെയ്തു. അതിലെ രത്നക്കല്ലുകൾ 1 2 എണ്ണമാണ് മോഷണം പോയത്. പക്ഷെ അതിൻ്റെ വിലയെന്ന് പറയുന്നത് അന്ന് ലക്ഷങ്ങളല്ല, കോടി വരുമായിരുന്നു. കോടി. വലിയ വിലയുള്ള രത്നക്കല്ലുകളായിരുന്നു മോഷണം പോയത്. പിന്നെ അത് കേസൊക്കെ കുറെ പിടിച്ചു. അത് കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു 1 എണ്ണം എന്തോ തിരിച്ചു കിട്ടി, 1 എണ്ണം നഷ്ടപ്പെട്ടു. അതെവിടെയാണെന്ന് ഇപ്പോഴും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ വളരെ അമൂല്യമായ വസ്തുക്കളുണ്ട്. ഞാൻ പറയുന്നത് എല്ലാ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ഇതിൻ്റെ കണക്കെടുക്കണം. ഇത് വളരെ കൃത്യമായിട്ട് കണക്കെടുത്ത് ഇത് പരിശോധിക്കണം. ഇതിൻ്റെ മൂല്യം എത്രയാണ്, ഇത് എന്ത് വില വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണക്കെടുത്ത് കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ പറയുന്നത് പോലെ ഓരോ ജില്ലയിലുമുള്ള ക്ഷേത്രങ്ങളുടെ കണക്ക് ജില്ലാ ജഡ്ജി, റിട്ടയർഡ് ജില്ലാ ജഡ്ജിന്റെ നേതൃത്വത്തിൽ എടുക്കട്ടെ. അത് ശബരിമലയിലും വരട്ടെ
എന്നുള്ളതാണ്. ശബരിമലയിൽ ഇത് നടക്കുമ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാവും അവിടെ അയ്യപ്പന്റെ സ്വത്തുക്കൾ എത്ര, ഈ പറഞ്ഞ തിരുവാഭരണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താം, തിരുവാഭരണം ഉൾപ്പെടെയുള്ള അയ്യപ്പന്റെ അവിടെ വഴിപാടായി ലഭിച്ചിരിക്കുന്ന സ്വർണം എത്ര നഷ്ടപ്പെട്ടു, എത്ര ബാക്കിയുണ്ട് എന്നൊക്കെ ഇപ്പോൾ ഭക്തർക്ക് ബോധ്യപ്പെടും.